ബോഫോഴ്സ് അഴിമതി കേസിന് സുപ്രീം കോടതി വിരാമം കൽപ്പിച്ചു. അവസാനത്തെ ചരമക്കുറിപ്പും കഴിഞ്ഞ ദിവസം എഴുതി. ജസ്റ്റിസ് JB പർദിവാലയും അതുപോലെ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനുമാണ് ബോഫോഴ്സ് കേസിൻ്റെ അപ്പീൽ അവസാനമായി ക്ലോസ് ചെയ്തു. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു. ബോഫോഴ്സ് കേസ് നമുക്കറിയാം, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് ബോഫോഴ്സ് കേസ് ഉണ്ടായത്. 1986 മാർച്ച് 24 ഇന്ത്യ 410 പീരങ്കികൾ വിലയ്ക്ക് വാങ്ങിച്ചു. സ്വീഡനിൽ നിന്നാണ് വാങ്ങിയത്. 1437 കോടി രൂപയുടെ ഇടപാടാണ്. അതിനകത്ത് 67 കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റി എന്നുള്ളതാണ് ആരോപണം. 1987 ഈ ഇടപാടിൽ 67 കോടി രൂപയുടെ കമ്മീഷൻ അടിച്ചു എന്നുള്ള ആരോപണം കൊണ്ടുവന്നത്. രാജീവ് ഗാന്ധിക്ക് എതിരായുള്ള ആരോപണം കൊണ്ടുവന്നത് VP സിംഗ് ആയിരുന്നു. VP സിംഗ് പിന്നീട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായി. അഴിമതി കേസിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആരും അഴിമതി വാങ്ങിച്ചിട്ടില്ല എന്ന് തീർത്ത് 1989 ഏപ്രിലിൽ രാജീവ് ഗാന്ധി പറയുകയും ചെയ്തു. പക്ഷേ പ്രതിരോധ മന്ത്രിയായിരുന്ന VP സിംഗ് രാജീവ് ഗാന്ധിക്കെതിരായിട്ട് നീങ്ങി. അത് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു മിശിഹ ആണ് താനെന്നുള്ള രീതിയിൽ വന്നു. 89 പാർലമെൻറ്റ് ഇലക്ഷനിൽ രാജീവ് ഗാന്ധിയും കോൺഗ്രസും പരാജയപ്പെട്ടു. പകരം VP സിംഗ് പ്രധാനമന്ത്രിയായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നാലെ VP സിംഗ് വന്നതോടെ CBI ബോഫോഴ്സ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ബോഫോഴ്സ് പ്രസിഡൻ്റായിരുന്ന മാർട്ടിൻ കാൾ അർദുബോ, അതുപോലെ തന്നെ ഇടനിലക്കാരായ വിൻചന്ദ്, ഹിന്ദുജ സഹോദരന്മാർ, ഒട്ടോബിയോ കുത്രോച്ചി, ഇതൊക്കെ നമ്മൾ വളരെ സുപരിചിതമായ പേരാണ് കുത്രോച്ചിയുടെ. പ്രതിരോധ സെക്രട്ടറി SK പട്നാഗ്, ഇത്രയും പേരെ പ്രതിയാക്കിയിട്ടാണ് CBI കേസുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി ഈ കേസുമായിട്ട് അവർ വളരെയധികം അന്വേഷണം CBI നടത്തി. ഹിന്ദുജ സഹോദരന്മാരും ബോഫേഴ്സിന് എതിരായ കേസ് ഡൽഹി ഹൈക്കോടതി പിന്നീട് റദ്ദാക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അതിനകത്ത് കഴമ്പില്ല എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അവർ വീണ്ടും അപ്പീൽ പോയി. 2018 ആ സുപ്രീം കോടതി അപ്പീൽ തള്ളി. ഈ വിധിക്കെതിരെ അഭിഭാഷകനായ അജയ് K അഗർവാൾ എന്നയാൾ വീണ്ടും സുപ്രീം കോടതി പോയി. ഈ വിധിയെ ചോദ്യം ചെയ്ത് കൊടുത്ത കേസും സുപ്രീം കോടതി തള്ളി. പക്ഷേ 2010 ഓഗസ്റ്റിൽ ഈ തള്ളിയ കേസിനകത്ത് അത് വീണ്ടും കേൾക്കണം, അതിനകത്ത് ചില ഡിഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ കേസ് 2018 അതിനെ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി അത് അവസാനമായിട്ട് പരിശോധിച്ചു. ജസ്റ്റിസ് JB പർദിവാലയും ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനുമാണ് നോക്കിയത്. ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല എന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് സുപ്രീം കോടതിയിൽ വന്നിട്ട് അത് സുപ്രീം കോടതി തള്ളി. വീണ്ടും അതിനെ ഒരു അഡ്വക്കേറ്റ് വീണ്ടും ഒരു അപ്പീലായിട്ട് അതിനെ ചലഞ്ച് ചെയ്ത് കൊടുത്തു, അതും തള്ളി. അതിനുശേഷം 2018 ആ ഒരു അപ്പീൽ കേസ് 2018 തള്ളിയെങ്കിലും വീണ്ടും അതിനകത്ത് ചില ഡിഫക്റ്റീവായ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പം അവസാനമായി കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി അതും തള്ളി. നമുക്കറിയാം 91 മെയ് 21 46ാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധി പെരുമ്പത്തൂർ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ 46 വയസ്സുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചോണം. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണം, അസാസിനേഷനും അതും ഒക്ടോബർ 31 1984 അതിനുശേഷമാണ് നമുക്കറിയാം ഇന്ദിരാഗാന്ധി മരണം നടന്ന ഉടനെ അതേ രാത്രി തന്നെ രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്തു. 1984 അദ്ദേഹം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതെങ്കിലും 91 7 വർഷത്തിന് ശേഷം രാജീവ് ഗാന്ധിയും കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായത്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടാനുള്ള മുഖ്യ കാരണം ഗോൾഡൻ ടെമ്പിളിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ തന്നെയായിരുന്നു. അത് അവിടെ കയറി ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പരിപാവനമായ ഗോൾഡൻ ടെമ്പിളിൽ കയറിയത് സിഖ് ജനതയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെയാണ്
ഇന്ദിരാഗാന്ധിയുടെ ബോഡി ഗാർഡായിരുന്ന ബീൻ സിംഗും അതുപോലെ തന്നെ സത്വന്ത് സിംഗും അവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിലിരുന്ന റിവോൾവർ കൊണ്ടും മറ്റേ ആൾ ഗണ്ണ് ഉപയോഗിച്ചിട്ട് 30 റൗണ്ട് വെടിവെച്ചിട്ടാണ് അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയത്. എന്തായാലും ആ സ്പോട്ടിൽ വെച്ച് ഒരാളെ ബിയാൻ സിംഗിനെ അപ്പം തന്നെ സെക്യൂരിറ്റിക്കാർ വെടിവെച്ച് കൊന്നു. അതോടൊപ്പം സത്വന്ത് സിംഗിനെ പിന്നീട് കേസിലെ പ്രതിയാക്കി ട്രയൽ നടത്തി അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അതേസമയത്ത് ഗോൾഡൻ ടെമ്പിളിലെ ആ ഒരു ഓപ്പറേഷന് ശേഷം ഡൽഹി കലാപകലുഷിതമായി. ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയതോടുകൂടി ഡൽഹിയിലെ സിഖുകാരെ ധാരാളം പേരെ കൊലപ്പെടുത്തി. ആയിരക്കണക്കിന് സിഖുകാർ കൊല്ലപ്പെട്ടെന്നാണ് അന്ന് വന്ന വാർത്തകൾ. ഇന്ത്യയിലെ ഈ 2 കൊലപാതകങ്ങളും, ഒന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും അതിനുശേഷം അവരുടെ മകൻ രാജീവ് ഗാന്ധിയുടെ കൊലപാതകവും ഇന്ത്യയിൽ ഉണ്ടാക്കിയ വലിയധികം സാമ്പത്തിക പ്രശ്നങ്ങളിലും അത് രാഷ്ട്രീയ പ്രശ്നങ്ങളിലുമൊക്കെ അത് നിലച്ചു. എങ്കിലും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററൊക്കെ ഒരു ഗാന്ധിയൻ യുഗത്തിൽ താമസിക്കുന്ന നമ്മളൊക്കെ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ മതപരമായ ചില കാര്യത്തിൽ എടുത്ത തീരുമാനവും അതുപോലെ അവിടെ ഗോൾഡൻ ടെമ്പിളിലെ പോലീസ് കയറിയതിനെയും അവിടെ അവഹേളിച്ചു, അവമാനിച്ചു എന്നുള്ള രീതിയിലാണ് അവരുടെ സെക്യൂരിറ്റി വിങ്ങിലുണ്ടായിരുന്ന 2 പേര് സിഖുകാർ അവരാണ് അവരെ കൊലപ്പെടുത്തി, അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നമുക്കറിയാം. സ്വാതന്ത്ര്യ സമര സേന നമ്മുടെ അവിടുത്തെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ചരിത്രം മുതലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉന്നതരായ പദവി വഹിക്കുന്ന പലരും കൊല്ലപ്പെട്ടു വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോഴേ ആ CBI കേസിനകത്ത് അവർ ബോഫേഴ്സ് കേസ് എടുത്തെങ്കിലും അതിനകത്ത് രാജീവ് ഗാന്ധി നിരപരാധിയാണ് എന്നുള്ള വാർത്തകൾ അന്നേ ഉണ്ടായിരുന്നു. പിന്നീട് ആ കേസ് എങ്ങും ചെന്നെത്തിയില്ല. അതുപോലെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരു ജനതയായിരുന്നു. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തോടു കൂടി ഇന്ത്യ ഛിന്ന ഭിന്നമായി. ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഉണ്ടായി, പാകിസ്ഥാൻ ഉണ്ടായി. പക്ഷേ ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ മഹത്വവും ഇന്നും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ധാരാളം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ ലോകം മുഴുവൻ ഇന്ത്യയുടെ മഹാത്മാഗാന്ധിയുടെ വചനങ്ങളും അദ്ദേഹത്തിൻ്റെ തത്വസംഹിതകളുമൊക്കെ ഇന്നും ആരാധിക്കുന്ന ജനവിഭാഗം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിലും സമാധാനത്തിൻ്റെ ദൂതനായ അദ്ദേഹത്തിനെ ഇന്ത്യയിൽ തന്നെ വെടിവെച്ചു കൊന്നതാണ്. ഏതായാലും ബോഫേഴ്സിൻ്റെ അവസാനത്തെ അരമക്കുറിപ്പും ഉണ്ടായി. അവസാനത്തെ ആണി അടിച്ച് അത് തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ബോഫേഴ്സ് ഇടപാടുകൾ എന്നാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധിയുടെ ഉണ്ടായത്. ഒരു കാലത്തും ഇനി ഇത് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയും ഇല്ല.